ഹായ് ഓൾ, വെൽക്കം ടു ടെക്ഗുരു FT യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ഹരിപ്രസാദ്, ഞാനാണ് നിങ്ങളുടെ ഓൺലൈൻ ട്യൂട്ടർ. ഇവിടെ നമ്മൾ ഹാർഡ്വെയർ, നെറ്റ്വർക്കിംഗ്, സെർവർ ബേസ്ഡ് സർവീസസ്, അഷൂർ, AWS, M365 തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി ടോപ്പിക്കുകളെ പറ്റി ഡിസ്കസ് ചെയ്യാറുണ്ട്. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്താനും അതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന വീഡിയോയ്ക്ക് സപ്പോർട്ടിന് വേണ്ടി ലൈക്ക് ബട്ടൺ അടിക്കാൻ മറക്കരുത്. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്കി ഇപ്പം നെറ്റ്വർക്ക് IP അഡ്രസ്സ്, സബ്നെറ്റിങ്, അതുപോലുള്ള കുറേ കാര്യങ്ങൾ ബേസിക്സ് ഒക്കെ നമ്മൾ നോക്കി. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ബേസിക്സ് നോക്കി. അപ്പം ഇനി നമുക്ക് മെല്ലെ ഓക്കെ. സോ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ പറ്റിയൊക്കെ കഴിഞ്ഞ ദിവസം നോക്കി. അപ്പോൾ ആ സമയത്ത് നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരുന്നു സെർവർ ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ക്ലയൻറ്റും സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും. അപ്പം അന്ന് നമ്മൾ പറഞ്ഞിരുന്നു മെയിൻലി സെർവർ ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യാനും സെൻട്രലൈസ്ഡ് ആക്സസ് മാനേജ്മെന്റിനൊക്കെ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഈ സെർവർ സർവീസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ചെയ്യാം. അപ്പോൾ അന്ന് നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ സമയത്ത് വളരെ ബേസിക് ആയിട്ട് സെർവറിന്റെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമേ അന്ന് നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് കുറച്ചുകൂടെ സെർവറിനകത്ത് എന്തൊക്കെ സർവീസസ് ഉണ്ടാവും, ഓരോ സർവീസിനും എന്തിനാണ് നമ്മൾ ആ സർവീസ് കോൺഫിഗർ ചെയ്യുന്നത്, പിന്നെ ഓരോ സർവീസിനും നമുക്ക് എങ്ങനെ അതിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് അത് കോൺഫിഗർ ചെയ്യുന്നതുകൊണ്ടുള്ളത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ഒരു ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് സെർവറിന്റെ കാര്യങ്ങൾ നമുക്കൊന്ന് സംസാരിക്കാം. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി ബേസിക് സീരീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 1 by 1 ആയിട്ട് ഓരോ സർവീസസും കോൺഫിഗർ ചെയ്യുന്നത് എങ്ങനെയാണ്, അങ്ങനെയുള്ള കുറച്ചുകൂടെ അഡ്വാൻസ് ക്ലാസ്സസിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നേരത്തെ സംസാരിച്ചു സെർവർ എന്ന് പറയുന്നത് കുറച്ച്, ഇതിപ്പോൾ നമ്മൾ ഇവിടെ ഇമേജിൽ പിക്ചറിൽ കാണുന്നത് ആക്ച്വലി ഒരു ഹാർഡ്വെയർ സെർവർ റാക്കാണ്. അപ്പം ഇതിനകത്ത് മൾട്ടിപ്പിൾ സെർവേഴ്സ് ഉണ്ടാകും, ഒരു സെർവർ അല്ല, ഒരുപാട് സെർവേഴ്സിനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു റാക്കാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്, ഇമേജ് കാണുന്നത്. ഡാറ്റാ സെൻറ്ററിലൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, സോ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അത് നമ്മളെ ക്ലയൻറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്. അതിന് ക്ലയൻറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം മെയിൻലി ഒരു ജനറൽ പർപ്പസ് എന്നുള്ള രീതിയിൽ ഡിസൈൻ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് എല്ലാ ജോലിക്കും ഓപ്റ്റ് ആവുന്ന രീതിയിൽ അത് വർക്ക് ചെയ്യണം, എല്ലാ വർക്കിനും അത് ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കണം. ഇപ്പോൾ നമുക്കൊരു ബ്രൗസർ ആണെങ്കിൽ, ഇപ്പോൾ നമുക്കൊരു ഇന്റർനെറ്റ് ബ്രൗസിങ് ആണെങ്കിലോ, നമുക്കൊരു വീഡിയോ അല്ലെങ്കിൽ മൂവി കാണാനാണെങ്കിലോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മൂവി എഡിറ്റ് ചെയ്യുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആയിരിക്കും, അങ്ങനെ പല പർപ്പസിനായിട്ട് ആ ഡിവൈസ് ഉപയോഗിച്ചേക്കാം. അപ്പം അതിനൊക്കെ വേണ്ടി ഒപ്റ്റിമൈസ്ഡ് ആയ രീതിയിൽ ഉണ്ടാക്കുന്നതാണ് നമുക്ക് നോർമൽ ക്ലയൻറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമ്മൾ വിൻഡോസ് 7, 8, 8.1, 10, 11, ഇപ്പോൾ 11 വരെയാണ് ഇറങ്ങിയത്. ഇത്രയും സിസ്റ്റം, ഇതിനും പഴയ സിസ്റ്റംസും ഉണ്ട്. ഞാൻ പറയാം, ഇത്രയും സിസ്റ്റംസ് ഒക്കെ നമുക്ക് ആ ഒരു ഒപ്റ്റിമൈസ്ഡ് രീതിയിൽ ഡിസൈൻഡ് ആണ്. സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മെയിൻലി കൺട്രോൾ ചെയ്യാനാണ് കാര്യമായിട്ട് ഉപയോഗിക്കുന്നത്. ബാക്കി ഈ പറയുന്ന ക്ലയൻറ്റ് സിസ്റ്റത്തിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്യാൻ പറ്റും. മാത്രമല്ല നെറ്റ്വർക്ക് ബേസ്ഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ബാക്കി ഇത്. അപ്പോൾ ആ ഒരു പർപ്പസിന് വേണ്ടി സ്പെസിഫിക്കലി ഡിസൈൻഡ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ ഇതിൽ നെറ്റ്വർക്ക് ബേസ്ഡ് സർവീസസ് കോൺഫിഗർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ആക്സസ് മാനേജ്മെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ മറ്റ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സർവീസസ് നമുക്ക് ഇതിൽ കോൺഫിഗർ ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മളൊരു ജനറൽ യൂസ് പാറ്റേണിൽ നമുക്ക് സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ആവശ്യം എന്താണ്? ഇപ്പൊ നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കാറുണ്ട് നമ്മളെല്ലാവരും, അതുപോലെ തന്നെ ഫേസ്ബുക്ക്, യൂട്യൂബ്, അങ്ങനെ പല സർവീസസ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇവയൊക്കെ ഏതെങ്കിലും ഒരു സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും. എപ്പോഴും നമ്മൾ മനസ്സിലാക്കും, ക്ലയൻറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് അത്രയും വലിയൊരു ലോഡ് മാനേജ് ചെയ്യാനോ അതിന് സർവീസ് അതിനു വേണ്ടി ഒപ്റ്റിമൈസ്ഡ് ആയ രീതിയിൽ പ്രൊവൈഡ് ചെയ്യാനോ പറ്റില്ല. അപ്പം അതിനൊക്കെ കുറച്ചുകൂടെ കപ്പാസിറ്റി കൂടുതലുള്ള സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ എന്താണൊരു സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഒരു നോർമൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ അതേ സ്ട്രക്ചറും കാര്യങ്ങളും തന്നെയാണ് സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനുള്ളത്. പക്ഷേ അതിൽ കോൺഫിഗർഡ് ആയിരിക്കുന്ന സർവീസസിനും അതിൻ്റെ
ഷെല്ലിനും, ഇപ്പൊ നമ്മൾ കേണൽ ഷെൽ എന്ന് പറഞ്ഞു, അതിൽ ഷെല്ലിനും കുറച്ച് ഡിഫറൻസസ് ഉണ്ടാവും. അപ്പോൾ സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മെയിൻലി ചെയ്യുന്നത് എന്തെങ്കിലും ഒരു റിക്വസ്റ്റിന് അഗെയിൻസ്റ്റ് വർക്ക് ചെയ്യുകയാണ് ചെയ്യുക. ഇപ്പൊ നമുക്ക് യൂസർ ലോഗിൻ ആവാം ചിലപ്പം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫയൽ ആക്സസിങ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും സെക്യൂരിറ്റി ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാവാം, അല്ലെങ്കിൽ നെറ്റ്വർക്ക് ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാവാം. അപ്പോൾ ഒരു റിക്വസ്റ്റിന് അഗെയിൻസ്റ്റ് എപ്പോഴും വർക്ക് ചെയ്തിരിക്കും. റിക്വസ്റ്റിന് അഗെയിൻസ്റ്റ് അല്ല, എപ്പോഴും റിക്വസ്റ്റിന് ആക്സെപ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ റിജക്ട് ചെയ്തിട്ടോ ആ രീതിയിലൊരു വർക്കിംഗ് ആണ് സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ജനറൽ വേ ഓഫ് വർക്കിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നെറ്റ്വർക്ക് ബേസ്ഡ് ആയിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുക, പിന്നെ ക്ലയന്റ് മിഷൻസ് കൺട്രോൾ ചെയ്യാനും, പിന്നെ അതിലേക്കുള്ള സെൻട്രലൈസ്ഡ് ആക്സസിങ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക, ഡാറ്റ ഓർ ഹാർഡ്വെയർ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഒക്കെ ഷെയർ ചെയ്ത് ഉപയോഗിക്കുക, മറ്റ് സർവീസസ് ഷെയർ ചെയ്ത് ഉപയോഗിക്കുക. ഇതൊക്കെയാണ് മെയിനായി പ്രൈമറി ഫംഗ്ഷൻ, മെയിൻലി ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെർവറിന്റെ. അപ്പൊ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എടുക്കുമ്പോൾ വിൻഡോസിന് നമ്മൾ പറഞ്ഞു സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ ലിനക്സിന് സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ വിൻഡോസിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഏതൊക്കെയാണ്? മെയിൻലി വിൻഡോസ് സെർവർ എന്ന് പറയുന്ന ഒരു എഡീഷൻ ആണ് വിൻഡോസിന്റെ സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ക്ലയന്റ് നമ്മൾ ഓൾറെഡി സംസാരിച്ചു, വിൻഡോസിന്റെ സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് വിൻഡോസ് സെർവർ ആണ്. ഇതിൽ തന്നെ വിൻഡോസ് അത് എഡിഷൻ ആയിട്ടാണ് ഇറക്കുന്നത്. അതായത് ഓരോ പർപ്പസിനും ഒപ്റ്റിമൈസ്ഡ് ആയ രീതിയിൽ ഓരോ വേർഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വിൻഡോസ് സെർവർ വെബ് എഡിഷൻ ഉണ്ട്, ഫൗണ്ടേഷൻ എഡിഷൻ ഉണ്ട്, എസെൻഷ്യൽ എഡിഷൻ ഉണ്ട്, സ്റ്റാൻഡേർഡ്, എന്റർപ്രൈസ്, ഡാറ്റ സെന്റർ, അഷൂർ ഡാറ്റ സെന്റർ, അങ്ങനെ പല എഡിഷൻസ് ആയിട്ട് ഇറക്കുന്നുണ്ട് ഇവർ. ഇതിന് ഓരോ എഡിഷനും ഓരോ രീതിയിലുള്ള പർപ്പസ് ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഓരോരോ എഡിഷൻസ് ഇറക്കുന്നത്. മെയിൻലി വെബ് എഡിഷൻ ഇറക്കുന്നത് നമുക്കറിയാം, വെബുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ അവിടെ ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കും. ഫൗണ്ടേഷൻ എഡിഷൻ, എസെൻഷ്യൽ എന്നൊക്കെ പറയുമ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള എഡിഷനാണ്. അപ്പോൾ നമുക്ക് ഒരു നോർമൽ സാധാരണ ഒരു ചെറിയ കമ്പനിയൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരു സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ആവശ്യമുണ്ടെങ്കിൽ ഏതൊരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ എസെൻഷ്യൽ എഡിഷനൊക്കെയാണ് എടുക്കുക. സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ ഒരു മീഡിയത്തിൽ നിൽക്കും, അത്യാവശ്യം കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കുഴപ്പമില്ലാത്ത അത്യാവശ്യം വലിയൊരു കമ്പനിയാണ്, എന്നാൽ എസെൻഷ്യലോ ഫൗണ്ടേഷനോ കൊണ്ടോ നടക്കാത്ത കാര്യങ്ങളുണ്ടാവും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് സ്റ്റാൻഡേർഡ് എഡിഷൻ എടുക്കുക. എന്റർപ്രൈസ്, ഡാറ്റ സെന്റർ, അഷൂർ ഡാറ്റ സെന്റർ എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടെ ഹെവി ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അത്രയും ഫങ്ഷൻസ് അതിൽ സപ്പോർട്ടഡ് ആയിരിക്കും, അത്രയും ഹാർഡ്വെയർ അതിൽ സപ്പോർട്ടഡ് ആയിരിക്കും, കുറച്ചുകൂടെ വലിയ രീതിയിലുള്ള വർക്കിങ്ങിന് വേണ്ടിയിട്ട് ഒപ്റ്റിമൈസ്ഡ് ആണ് ഈ പറയുന്ന എഡിഷൻ. അഷൂർ എഡിഷൻ സ്പെസിഫിക്കലി മൈക്രോസോഫ്റ്റിന്റെ ഡാറ്റ സെന്റർ ഉണ്ട്, അഷൂർ എന്നാണ് പറയുന്നത്. ഈ അഷൂർ ഡാറ്റ സെന്ററിനകത്ത് വർക്ക് ചെയ്യാൻ ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കും അഷൂർ ഡാറ്റ സെന്റർ എഡിഷൻ. നോർമൽ ഡാറ്റ സെന്റർ എഡിഷൻ എന്ന് പറയുന്നത് കുറെ കൂടെ വലിയ ലാർജ് സ്കെയിലിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോർമൽ ഡാറ്റ സെന്റർ എഡിഷൻ ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ 2012 ഒരു ജസ്റ്റ് ഒരു സ്പ്ലിറ്റപ്പ് ആണ്. അപ്പം ഏതാണ്ട് കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെയാണ്. ഇപ്പോൾ വരുന്ന 2025 ആണ് ഏറ്റവും ലേറ്റസ്റ്റ്. സോ 2025 കാര്യങ്ങളും ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് അതിന്റെ വർക്കിംഗ് വരുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഒരു എൻട്രി ലെവലാണ്, വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. മാത്രമല്ല ഇത് OEM ഓൺലി ആണ്, ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചർ എന്നാണ് OEMന്റെ ഫുൾ ഫോം. മീൻസ് HP, ഡെൽ അല്ലെങ്കിൽ IBM പോലുള്ള വലിയ വലിയ കമ്പനികൾ സെർവർ ഹാർഡ്വെയർ മാനുഫാക്ചർ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ അവരെന്ത് ചെയ്യും, ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൂടെ നമുക്ക് ആ സെർവർ വാങ്ങുന്ന സമയത്ത് കിട്ടുവാണെങ്കിൽ അതിനെ OEM എഡിഷൻ എന്ന് പറയും. അതിനൊരൊറ്റ ഡ്രോബാക്ക് ഉണ്ട്, നിങ്ങളൊരു ഹാർഡ്വെയർ വാങ്ങുന്ന സമയത്ത് കിട്ടുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആ ഹാർഡ്വെയറിനകത്ത് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. HP നിങ്ങളൊരു സെർവർ വാങ്ങിക്കഴിഞ്ഞാൽ അത് HP മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആ സെർവർ കംപ്ലൈന്റ് ആയി നിങ്ങൾ ഡെല്ലിന്റെ വേറെ സെർവർ വാങ്ങുന്ന സമയത്ത് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആ ഡെല്ലിലെ ഹാർഡ്വെയറിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് OEM. ഇപ്പോൾ ഫൗണ്ടേഷൻ എഡിഷൻ മോസ്റ്റ്ലി അത് OEM എഡിഷൻ ആയിട്ടാണ് വരിക. ആ OEMനകത്ത് മാത്രമേ അത് കിട്ടുകയുള്ളൂ. അപ്പം അത് വളരെ ചെറിയ ലോഡിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും. അതിന് പെർ സെർവർ ലൈസൻസിങ് ആണ്. അത് ഓരോ സെർവറിനും ഓരോ ലൈസൻസ് നമ്മൾ പർച്ചേസ് ചെയ്യണം. ഒരു പ്രൊസസ്സർ മാത്രമേ അത് സപ്പോർട്ട് ചെയ്യൂ. സെർവറിനകത്ത് മൾട്ടിപ്പിൾ ബോർഡ് വരാം, ഒരേ ബോർഡിനകത്ത് മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് വരാം. അപ്പോൾ ഇതിൽ ഒരു പ്രൊസസ്സർ മാത്രമേ ഫൗണ്ടേഷൻ എഡിഷൻ സപ്പോർട്ട് ചെയ്യുള്ളൂ. പിന്നെ മാക്സിമം അപ് ടു 15 യൂസേഴ്സിനെ വരെ അത് സപ്പോർട്ട് ചെയ്യുള്ളൂ. പിന്നെ വിർച്വലൈസേഷൻ ഹോസ്റ്റിന്റെ ഓപ്ഷൻസോ ഒന്നും അതിൽ വർക്ക് ചെയ്യില്ല. വിർച്വലൈസേഷൻ ഒക്കെ എന്താണെന്ന് നമ്മൾ സംസാരിക്കും. ഒരു ഫീച്ചർ അല്ലെങ്കിൽ ഒരു സർവീസ് ആണെന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. എസെൻഷ്യൽ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വ്യത്യാസം ഉണ്ടാവും. ഇത് നമുക്ക് സിംഗിൾ ലൈസൻസ് ആയിട്ട് പർച്ചേസ് ചെയ്യാം, ഹാർഡ്വെയർ ഡിപ്പെൻഡന്റ് അല്ല. അപ്പോൾ നിങ്ങളൊരു ലൈസൻസ് വാങ്ങിക്കഴിഞ്ഞാൽ ഈ എസെൻഷ്യൽ എഡിഷൻ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാം, എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒരു സെർവറിന് ഒരു ലൈസൻസ് എന്നുള്ള രീതിയിലാണ് അത് വർക്ക് ചെയ്യുന്നത്.
ഇപ്പം നിങ്ങൾ ഈ ഹാർഡ്വെയർ കേടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ഹാർഡ്വെയറിന് പുതിയ കീ റിക്വസ്റ്റ് ചെയ്യാം, അവിടെ അത് ഉപയോഗിക്കാം, നോ പ്രോബ്ലം. സൂപ്പർ സെർവർ ലൈസൻസ് ആണ്. പിന്നെ 2 പ്രൊസസ്സർ വരെ സപ്പോർട്ട് ചെയ്യും, 25 യൂസറിനെ വരെ സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ വിർച്വലൈസേഷൻ ചെയ്യാൻ പറ്റും, പക്ഷെ അത് ഒരുപാട് എക്സ്റ്റെൻഡിൽ ഉപയോഗിക്കാൻ പറ്റില്ല. വളരെ ചെറിയ രീതിയിലുള്ള വിർച്വലൈസേഷൻ മാത്രമേ അതിൽ സപ്പോർട്ട് ചെയ്യുള്ളൂ. ദെൻ സ്റ്റാൻഡേർഡ് എഡിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ മെയിൻ ഡിഫറൻസ് വരുന്നത് ഇതിലൊരു കാൽ ലൈസൻസ് എന്ന് പറയും. കാൽ ലൈസൻസിൽ ആക്ച്വലി ഇതിൻ്റെ ക്ലയൻറ്റ് ആക്സസ് ലൈസൻസ് ആണെന്ന് തോന്നുന്നു കാൽ എന്നുള്ളതിൻ്റെ ഫുൾ ഫോം. ആക്ച്വലി അതിൻ്റെ യൂസേജ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരു സെർവറിനകത്തേക്ക് ഒരു നോർമൽ ക്ലയൻറ്റ് മെഷീൻ ഇൻട്രാക്ട് ചെയ്യണമെങ്കിൽ അതിന് മൈക്രോസോഫ്റ്റ് വേറെ ഒരു ലൈസൻസ് എടുക്കണം, മൈക്രോസോഫ്റ്റിൻ്റെ നമ്മൾ പർച്ചേസ് ചെയ്യണം. അതിനാണ് കാൽ ലൈസൻസ് എന്ന് പറയുന്നത്. അതായത് മറ്റ് യൂസേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന പർപ്പസസിന് യൂഷ്വലി നമുക്ക് ഈ കാൽ ലൈസൻസ് പർച്ചേസ് ചെയ്ത് വയ്ക്കണം. അപ്പോൾ അത് മെയിൻലി സപ്പോർട്ട് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് എഡിഷനിലാണ്. അപ്പോൾ അത് ഈ 2 പ്രോസസ്സേഴ്സ് സപ്പോർട്ട് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഒരു ലൈസൻസിൽ 2 പ്രോസസ്സർ സപ്പോർട്ട് ചെയ്യും. മാക്സിമം നമ്പർ ഓഫ് പ്രോസസ്സറിന് പ്രത്യേകിച്ച് ലിമിറ്റ് ഒന്നുമില്ല. അതുപോലെ തന്നെ വിർച്വലൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് 2 വിർച്വൽ മെഷീൻസ് റൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ വരുന്നൊരു എഡിഷനാണ് ഡാറ്റ സെൻറ്റർ എഡിഷൻ. അവിടെ എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് അൺലിമിറ്റഡ് ആണ്. കാരണം ഏറ്റവും ടോപ്പ് മോസ്റ്റ് എഡിഷനാണ് ഡാറ്റ സെൻറ്റർ. ഏകദേശം ഡാറ്റ സെൻറ്റർ എഡിഷൻ ഒരു 5 lakh സംതിങ് ഒക്കെ വരും മൈക്രോസോഫ്റ്റിൻ്റെ ഒറിജിനൽ സെർവർ ലൈസൻസിന്, ലൈസൻസ് മാത്രം. പിന്നെ അതിൻ്റെ ഹാർഡ്വെയറിന് സെപ്പറേറ്റ് കോസ്റ്റ് നമ്മൾ എടുക്കണം. അപ്പോൾ പ്രോസസ്സർ മാക്സിമം പ്രോസസ്സർ സപ്പോർട്ട് ചെയ്യും. അതിൽ എത്ര നമ്പർ ഓഫ് കാൽ ലൈസൻസ് നമുക്ക് വേണമെങ്കിൽ ഇടാം. അതുപോലെ തന്നെ ഓരോ ലൈസൻസിന് 2 പ്രോസസ്സേഴ്സ് സപ്പോർട്ട് ചെയ്യും. വിർച്വലൈസേഷൻ ലിമിറ്റ്സ് ഒന്നുമില്ല. എത്ര സെർവേഴ്സ് വേണമെങ്കിലും നമ്മൾ ഹാർഡ്വെയറിൻ്റെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് എത്ര നമ്പർ ഓഫ് വിർച്വൽ മെഷീൻസ് വേണമെങ്കിലും അതിൽ ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ ഫുൾ പ്രൊഡക്റ്റ് ഫീച്ചേഴ്സ് നമുക്ക് അതിന് സപ്പോർട്ടഡ് ആയിരിക്കും. മൈക്രോസോഫ്റ്റ് സെർവറിനകത്ത് വരുന്ന എല്ലാ ഫീച്ചേഴ്സും അത് സപ്പോർട്ട് ചെയ്യും. പിന്നെ നമുക്ക് സെർവർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ വരുന്ന ഒരു ഓപ്ഷനാണ്, ഒന്നുകിൽ നമുക്ക് GUI എക്സ്പീരിയൻസ്, അതായത് ഗ്രാഫിക്സോട് കൂടിയിട്ട് വേണമെങ്കിൽ നമുക്ക് സെർവർ ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ ഒരു കമാൻഡ് ലൈൻ മോഡിൽ നമുക്ക് വേണമെങ്കിൽ സെർവർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. വിത്ത് GUI ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് നോർമൽ ഇൻസ്റ്റലേഷൻ എന്നാണ് അതിൽ യൂഷ്വലി കാണാറ്. കമാൻഡ് ലൈൻ മാത്രമായിട്ട് ചെയ്യുന്നതിനെ സെർവർ കോർ ഇൻസ്റ്റലേഷൻ എന്ന് പറയും. അപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾ കോർ എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനർത്ഥം മനസ്സിലാക്കി വെക്കുക, അവിടെ ഗ്രാഫിക്സ് ഒന്നും ഉണ്ടാവില്ല, ഒരു കമാൻഡ് പ്രോംപ്റ്റ് മാത്രമേ അതിൽ കാണുള്ളൂ. ആകെ നിങ്ങൾ കാണുന്ന ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ വിൻഡോസിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇതുപോലെ ഒരു ഇമേജ് മാത്രം കാണാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കളർ ഗ്രേഡ് മാത്രം കാണാൻ പറ്റും. ബാക്കി കംപ്ലീറ്റ്ലി ഒരു കമാൻഡ് പ്രോംപ്റ്റ് മാത്രം അതിന്റെ ഫ്രണ്ടിൽ തുറന്നു വന്ന് കിടക്കുന്നുണ്ടാവും, വേറെ ഒന്നും ഉണ്ടാവില്ല. ഈ കമാൻഡ് പ്രോംപ്റ്റ് നമുക്ക് വേണമെങ്കിൽ GUI പിന്നീട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഉള്ള GUI നമുക്ക് പവർഷെൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എടുത്ത് കളയാനും പറ്റും. അപ്പോൾ ഇതിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം ആണ് ഇവിടെ കാണുന്നത്. സെർവറിന്റെ ഹാർഡ്വെയർ, സെർവറിന്റെ GUI വരെയുള്ള ഭാഗമാണ് നോൺ GUI സെർവർ എന്ന് പറയുന്നത്. ഈ GUI ഗ്രാഫിക്സിൽ യൂസർ ഇന്റർഫേസ് തന്നെയാണ്, പക്ഷെ അതിൽ എന്തില്ലാവില്ല, യൂസറിന്റെ ഷെൽ ഉണ്ടാവില്ല. ഷെൽ ഉണ്ടെങ്കിലേ നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. GUI അത് കാണും, അതുകൊണ്ട് അത്യാവശ്യം ഞാൻ പറഞ്ഞില്ല ബാക്കിൽ കളർ ഗ്രേഡ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, പക്ഷെ എന്തുണ്ടാവില്ല, ഷെൽ ഉണ്ടാവില്ല. അപ്പൊ ഷെൽ അടക്കം ഉള്ളത് GUI സെർവറും, ഷെൽ ഇല്ലാത്തത് നോൺ GUI അല്ലെങ്കിൽ കോർ എഡിഷൻ എന്ന് പറയും. ഇങ്ങനെ 2 എഡിഷൻസ് സെർവറിനകത്തുണ്ട്. പിന്നെ നമ്മൾ മുന്നേ സംസാരിച്ച തന്നെയാണ് ക്ലയന്റ് എഡിഷനും എന്താണ് സെർവർ എഡിഷനും എന്നുള്ളത്. മെയിൻലി സെർവർ എഡിഷൻ ബിസിനസ് പേർപ്പസസിന് മാത്രമാണ് ഉപയോഗിക്കാറ്. അതുപോലെ തന്നെ ക്ലയന്റ് എഡിഷൻ എന്ന് പറയുമ്പോൾ അത് പേഴ്സണൽ യൂസിനാണ് ഉപയോഗിക്കാറ്. പേഴ്സണൽ എന്ന് പറയുമ്പോൾ മേ ബി അത് കമ്പനിക്കകത്തുള്ള ഒരു യൂസറിന് കൊടുക്കുന്ന മെഷീനും ആവാം. നിങ്ങളെ മെഷീൻ നിങ്ങൾ മാത്രം ഉപയോഗിക്കുന്നതായിരിക്കും, അത് പേഴ്സണൽ കമ്പ്യൂട്ടർ എന്ന് തന്നെയാണ് പറയാം. ഓരോ ആളുകൾക്ക് ഓരോ കമ്പ്യൂട്ടർ. സെർവർ അങ്ങനെയല്ല, സെർവർ സെൻട്രലൈസ്ഡ് ആയിരിക്കും. ഒരുപാട് ആളുകൾ ആ സെർവറിലേക്ക് ആക്സസ് ചെയ്യുന്നുണ്ടാവും. ഒരാൾക്ക് മാത്രമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ആവില്ല മോസ്റ്റ്ലി അത് വർക്ക് ചെയ്യുക. അങ്ങനെ ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസും ഉണ്ട്. പിന്നെ മറ്റ് സിസ്റ്റത്തിലേക്ക് പല സർവീസസ് ഇതിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ക്ലയന്റ് സിസ്റ്റത്തിൽ അത് പറ്റില്ല, ആ സർവീസസ് യൂസ് ചെയ്യാനേ പറ്റുള്ളൂ. ഹൈ എൻഡ് ലെവൽ ഹാർഡ്വെയർ സപ്പോർട്ട് ഉണ്ട്, പക്ഷെ ക്ലയന്റിൽ എന്തായിരിക്കും, ഹാർഡ്വെയർ സപ്പോർട്ട് വളരെ മിനിമൽ ആയിരിക്കും. ഒരു യൂസറിന് ആവശ്യമുള്ള മിനിമം ഹാർഡ്വെയർ സപ്പോർട്ടുകൾ മാത്രമേ യൂഷ്വലി ക്ലയന്റ് എഡിഷൻ സപ്പോർട്ട് ചെയ്യുള്ളൂ.
സെർവറിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് കോറ്, ഇപ്പം 10-60 കോറ്, അതുപോലെ തന്നെ TB കണക്കിന് RAM ഒക്കെ നമുക്ക് അതിൽ സപ്പോർട്ട് ചെയ്യും. സെർവർ എഡീഷൻ സപ്പോർട്ട് ചെയ്യും. അത്രയൊന്നും ഒരിക്കലും ക്ലയന്റ് എഡീഷന് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഹെവി ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ഇപ്പോൾ 10-100 ഒന്നും അല്ല, TB കണക്കിനൊക്കെ ആയിരിക്കും ചിലപ്പം റാമിൻ്റെ ഒക്കെ സ്റ്റോറേജ് വരിക. അതൊക്കെ സപ്പോർട്ടഡ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മുന്നേ ചെയ്ത പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒന്ന് ആക്സസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലേ സെർവർ? കാണാം. ഓക്കെ, കാണാം. സോ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് എഡീഷൻ തന്നെയാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ 2025 വേർഷൻ തന്നെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഇന്നലെ സംസാരിച്ചിരുന്നു, ഈ സെർവറിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് നമുക്ക് ഈ സെർവർ മാനേജർ എന്ന് പറയുന്നത്. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഈ സെർവറിൻ്റെ മുഴുവൻ കാര്യങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പുതിയ സർവീസ് ഇൻസ്റ്റലേഷൻ ആവണമെങ്കിലും, ഉള്ള സർവീസ് ഡിലീറ്റ് ചെയ്ത് കളയാനാണെങ്കിലും, പുതിയ സർവീസസ് കോൺഫിഗർ ചെയ്യാനാണെങ്കിലും, ഉള്ള കോൺഫിഗറേഷൻ കാണാൻ, അങ്ങനെ എല്ലാ പേർപ്പസിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഡാഷ്ബോർഡ് എന്ന് പറയുമ്പോൾ ഇവിടെ മെയിൻ ഒരു ഓവറോൾ പിക്ചർ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ലോക്കൽ സെർവേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു മെഷീൻ്റെ, ഈ സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാം. അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് മൾട്ടിപ്പിൾ സെർവേഴ്സ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സെർവറിൻ്റെ സെർവർ മാനേജർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മറ്റ് സെർവേഴ്സിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ലോക്കൽ മെഷീൻ എന്ന് പറയുമ്പോൾ ഈ ഒരു മെഷീനകത്തുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണാം. മെഷീൻ്റെ പ്രോപ്പർട്ടീസ്, അതുപോലെ തന്നെ ഇവൻറ്റ്സ്, സർവീസസ്, പിന്നെ ബെസ്റ്റ് പ്രാക്ടീസസ് അനാലിസിസ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാം. പെർഫോമൻസ് മോണിറ്ററിങ് കാണാം. അതുപോലെ തന്നെ റോൾസ് ആൻഡ് ഫീച്ചേഴ്സ്, ഇപ്പോൾ എക്സിസ്റ്റിംഗിൽ ഇതിൽ എന്തൊക്കെ റോളുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഇനി അങ്ങോട്ട് നമ്മൾ സംസാരിക്കും. ഓക്കെ, ദെൻ ഓൾ സെർവേഴ്സിനകത്ത് വന്നു കഴിഞ്ഞാൽ ബാക്കി ഏതെങ്കിലുമൊക്കെ സെർവേഴ്സ് നമുക്ക് ഇവിടെ ഉണ്ടെങ്കിൽ കാണാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ ഇതൊക്കെ നമ്മൾ 1 by 1 ആയിട്ട് നമ്മൾ പഠിക്കും. എങ്ങനെയാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ എന്നുള്ളത് പഠിക്കും. പിന്നെ ഇവൻറ്റ്സ്, അതുപോലെ തന്നെ ഓവറോൾ സർവീസസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നേരത്തെ കണ്ട ലോക്കൽ സെർവറിന് കണ്ട അതേപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് കാണാം. പിന്നെ ഫയൽ ആൻഡ് സ്റ്റോറേജ് സർവീസസ്, അപ്പം അങ്ങനെ ഒരു ഫീച്ചർ സെർവറിനുണ്ട്. ഇതും നമ്മൾ പഠിക്കും. സ്റ്റോറേജ് മാനേജ്മെൻ്റ് ആണ്, അതും നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കും. ഓക്കെ, സോ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, വലിയ ഗ്രാഫിക്സോ പ്രത്യേകിച്ച് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള വലിയ ആപ്ലിക്കേഷൻസോ ഒന്നും ഇതിലുണ്ടാവില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ഒരു സിമ്പിൾ GUI മാത്രമേ ഇതിന് കാണൂ. മെയിൻലി ബിക്കോസ് സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കേസസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ദെൻ എങ്ങനെയാണ് നമുക്കൊരു പുതിയ സർവീസ്, നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ള ഒരു സർവീസ് നമ്മൾ എങ്ങനെ ഈ സെർവറിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യും? ജസ്റ്റ് നമുക്ക് മാനേജ് വന്നു കഴിഞ്ഞാൽ ആഡ് റോൾസ് ആൻഡ് ഫീച്ചേഴ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഓരോ മെയിൻ സർവീസിനെയും റോൾസ് എന്നാണ് പറയുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സർവീസസിനെ ഫീച്ചേഴ്സ് എന്ന് പറയും. നമുക്ക് ആഡ് റോൾസ് ആൻഡ് സർവീസസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയ സർവീസസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ജസ്റ്റ് അതിനെ പറ്റിയുള്ളൊരു ഇൻട്രൊഡക്ഷൻ ആണ്. നമുക്ക് സമയമുള്ള സമയത്ത് നിങ്ങൾ ഇതുപോലെ എന്ത് ചെയ്യുക, എടുത്തൊന്ന് വായിച്ച് നോക്കുക. ദെൻ ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന സമയത്ത് എന്താണ്, റോൾ ബേസ്ഡ് ഓർ ഫീച്ചർ ബേസ്ഡ് ഇൻസ്റ്റലേഷൻ ആണ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് റിമോട്ട് ഡെസ്ക്ടോപ്പ് സർവീസ് ഇൻസ്റ്റലേഷൻ. ഇതെന്താണെന്നുള്ളത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട്, നമ്മളിത് കുറച്ചുകൂടി അഡ്വാൻസ് ഫീച്ചറാണ്, ഇതിനെപ്പറ്റി നമ്മൾ സംസാരിക്കും. ആ സമയത്ത് നമുക്കിത് ചെയ്തു നോക്കാം. ഒരു സർവീസ് തന്നെയാണ് നമുക്ക് റിമോട്ട് ഡെസ്ക്ടോപ്പ് സർവീസ് എന്ന് പറയുന്നത്. അത് നമ്മൾ നേരത്തെ കണ്ട പോലെ ഇവിടെ നമ്മൾ കണ്ടിരുന്നു, ഇങ്ങനൊരു സാധനം കണ്ടിരുന്നു MSTSC എടുത്ത സമയത്ത്. ഇതുമായിട്ട് ഇത് ആക്ച്വലി ഇതല്ല, പക്ഷെ ഇതുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഇതിൻ്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഇവിടെ നമ്മൾ കാണുന്ന ഇത്. ഇപ്പം നമ്മൾ എപ്പോഴും പറഞ്ഞു, ക്ലയൻറ്റിൽ വളരെ ബേസിക് ഫീച്ചറേ ഉണ്ടാവുള്ളൂ, സെർവറിൽ അതെന്തായിരിക്കും, അതിൻ്റെ അഡ്വാൻസ്ഡ് വേർഷൻസ് അവൈലബിൾ ആയിരിക്കും. ഇവിടുന്ന് കിട്ടുന്ന സർവീസ് നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ കണ്ട MSTSC ഉപയോഗിച്ച് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് പറഞ്ഞു എന്താണ്, വേറെ സെർവേഴ്സും നമുക്ക് ഇതുപോലെ ഇത് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അണ്ടറിൽ ഏതെങ്കിലും സെർവർ ഓൾറെഡി കണക്റ്റഡ് ആണെങ്കിൽ അവിടേക്ക് നമുക്ക് എന്ത് ചെയ്യാം, റോൾസ് ആൻഡ് സർവീസസ് ഇവിടുന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ മിഷൻ മാത്രമേ കാണുന്നുള്ളൂ. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മറ്റു മിഷൻസ് നമുക്ക് ഇത് വെച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നമുക്ക് ഒരുപാട് സർവീസസ് റോൾസ് ലിസ്റ്റ് ചെയ്തിട്ട് കാണാം. റോൾ എന്ന് പറയുന്നത് മെയിൻ സർവീസസ് ആണെന്ന് പറഞ്ഞു. ആക്റ്റീവ് ഡയറക്ടറി, സർട്ടിഫിക്കറ്റ് സർവീസ്, ഡൊമൈൻ സർവീസ്, ഫെഡറേഷൻ സർവീസ്, ലൈറ്റ് വെയിറ്റ് ആക്റ്റീവ് ഡയറക്ടറി സർവീസസ്, റൈറ്റ് മാനേജ്മെന്റ് സർവീസസ്,
ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർവീസസ് ആണ്, എന്റർപ്രൈസ് ലെവൽ സർവീസസ് ആണ്. ഓരോന്നും നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ ബാലൻസ് ബാക്കി ക്ലാസ്സിൽ ഇന്ന് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യും. DHCP, DNS, അതുപോലെ തന്നെ ഫാക്സ്, ഫയൽ ആൻഡ് സ്റ്റോറേജ് സർവീസസിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് സർവീസസ് കാണാൻ പറ്റും. ഓക്കെ, ഒരുപാട് ഫയൽസ് കാണാൻ. DFS, FSRM, ഫയൽ സെർവർ റിസോഴ്സ് മാനേജർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് FSRM എന്ന് പറയും. അങ്ങനെ ഐസ്കസി, NFS, കുറേ സർവീസസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ Hyper-V, റിമോട്ട് ആക്സസ്, റിമോട്ട് ഡെസ്ക്ടോപ്പ് സർവീസ്, വെബ് സെർവേഴ്സ്, വിൻഡോസ് ഡിപ്ലോയ്മെന്റ് സർവീസസ്, WDS എന്ന് പറയും. അതുപോലെ തന്നെ വിൻഡോസ് സെർവർ അപ്ഡേറ്റ് സർവീസ്, WSUS എന്ന് പറയും. ഇതൊക്കെ മെയിൻ സർവീസസ് ആണ്. ഇതിനെപ്പറ്റി ഓരോന്നിനെ പറ്റി നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഡിസ്കസ് ചെയ്യും. പിന്നെ ഇവിടെ വരുന്നത് ഫീച്ചേഴ്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, പറ്റുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. പുതിയതിലൊക്കെ അപ്ഡേറ്റിനകത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യും, അത് ഇൻസ്റ്റാൾ ചെയ്ത്, നിങ്ങൾ ക്ലയൻ്റ് ആണെങ്കിലും സെർവർ ആണെങ്കിലും ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാൻ നോക്കുക. ക്ലയൻറ്റിൽ എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. സെർവറിൽ നമുക്ക് ഇവിടെ വന്ന് സെർവർ മാനേജറിൻ്റെ അകത്ത് വന്ന് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ബാക്കി ഇത് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള, മുന്നേ നമ്മൾ കണ്ട സർവീസസിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് ഇവിടെ അവൈലബിൾ ആയിരിക്കുന്നത്. ചില സെർവേഴ്സ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, സർവീസ് റോൾസ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫീച്ചേഴ്സ് സെലക്റ്റഡ് ആവും. നെക്സ്റ്റ് കൊടുക്കുക. എപ്പോഴും നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടിക്ക് ഇടാൻ ശ്രമിക്കുക. റീസ്റ്റാർട്ട് ദ ഡെസ്റ്റിനേഷൻ സെർവർ ഓട്ടോമാറ്റിക്കലി ഇഫ് റിക്വയർഡ്. ഡെസ്റ്റിനേഷൻ സെർവർ എന്ന് പറയാൻ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, സെർവർ മാനേജർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മറ്റ് സെർവേഴ്സിന്റെ സർവീസസും കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഈ റീസ്റ്റാർട്ട് നമുക്ക് പറ്റുമെങ്കിൽ കൊടുത്തു വയ്ക്കുക. കാരണം ചില സർവീസസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് റീസ്റ്റാർട്ട് തന്നെ വേണ്ടി വരും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കൊടുക്കുന്നതാണ് എപ്പോഴും സെർവർ സൈഡിൽ നല്ലത്. സോ ഇൻസ്റ്റാൾ കൊടുക്കുക. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്തോളും, വിൻഡോസ് അപ്ഡേറ്റിൽ നിന്ന് ഈ വേണ്ട ഫയൽസ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ആയിക്കോളും. ഇതേ കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോക്കൽ മെഷീനിൽ എങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പം അതിന് നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾ മെഷീനകത്ത് വിൻഡോ കീ +R പ്രസ് ചെയ്യുക. അപ്പോൾ റണ്ണ് തുറന്നു വരും. അവിടെ appwiz.cpl 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 എന്നുള്ള കമാൻഡ് പ്രസ് കൊടുക്കുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ആയ പ്രോഗ്രാം എന്നുള്ള വിൻഡോ തുറന്നു വരും. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടേൺ വിൻഡോസ് ഫീച്ചർ ഓൺ ഓർ ഓഫ് കൊടുക്കുക. ഇത് സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് സെർവർ മാനേജർ തന്നെയാണ് ഇത് ക്ലിക്ക് ചെയ്താൽ തുറന്നു വരിക. വിൻഡോസിലാണെങ്കിൽ, സാധാരണ ക്ലയൻറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ഇതുപോലൊരു ചെറിയ വിൻഡോ മാത്രമേ തുറന്നു വരുള്ളൂ. അവിടെ ഒരുപാട് വിൻഡോസിൻ്റെ ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും .NET 3 ഫീച്ചർ എന്ന് പറഞ്ഞിട്ട് ഫ്രെയിം വർക്ക് കാണാൻ പറ്റും. അപ്പം അത് സെലക്ട് ചെയ്ത് കൊടുക്കുക, ഇൻസ്റ്റാൾ പ്രസ് ചെയ്യുക. വിൻഡോസ് അപ്ഡേറ്റ് എന്ന് ചെയ്യണമെന്ന് ചോദിക്കും, ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ യെസ് അടിച്ച് കൊടുത്താൽ മതി. അത് വിൻഡോസ് അപ്ഡേറ്റ് എന്ന് ഇതുപോലെ ഇൻസ്റ്റാൾ ആയിക്കോളും. കുറച്ച് സമയം എടുക്കും, നെറ്റിനെയും പല കാര്യത്തിനും ഡിപ്പെൻഡ് ചെയ്ത് ഇത്തിരി സമയം എടുക്കും ഇൻസ്റ്റലേഷൻ. അപ്പം ഇതാണ് ഏകദേശം നമുക്ക് ഇപ്പം ഇങ്ങനെ നമുക്ക് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സെർവർ ഉപയോഗിച്ചുകൊണ്ട് ഇതൊരു ഒരുപാട് സർവീസസ് നമുക്ക് സെർവറിനകത്ത് കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഇത് വെച്ചുകൊണ്ട് മറ്റ് യൂസേഴ്സിനെയും ക്ലയൻറ്റ് കമ്പ്യൂട്ടേഴ്സിനെയും നമുക്ക് കൺട്രോൾ ചെയ്യാനും പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെയാണ് ഇതേപോലെ തന്നെ ഒരു ഓപ്ഷനാണ് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ഇൻസ്റ്റലേഷൻ കഴിഞ്ഞാലേ മിക്കവാറും നമുക്ക് പറ്റുന്നുണ്ടാവുള്ളൂ. എന്നാലും നോക്കാം. റിമൂവ് റോൾസ് ആൻഡ് ഫീച്ചേഴ്സ്, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഫീച്ചർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, എടുത്ത് കളയാനും പറ്റണം. സോ റിമൂവ് സെയിം ഫംഗ്ഷൻ രീതി തന്നെയാണ്, ആഡിൻ്റെ അതേ രീതി തന്നെയാണ് വർക്ക് ചെയ്യുന്നത്, പക്ഷേ ഓപ്പോസിറ്റ് ആണെന്ന് മാത്രം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, സെർവർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ബാക്കി സെലക്ട് വിർച്വൽ ഹാർഡ് ഡിസ്ക് ഒക്കെ നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യും. ഇതൊക്കെ ഓരോ ഓപ്ഷൻസ് ആണ്, നമ്മളെ പ്ലാനിലുള്ളതാണ്. സോ നമ്മൾ ഫ്യൂച്ചറിൽ അത് ഡിസ്കസ് ചെയ്യും. അവിടുന്ന് സെർവർ സെലക്ട് ചെയ്യുക. നമുക്ക് ആവശ്യമില്ലാത്ത സർവീസസ് ഇവിടുന്ന് ടിക്ക് എടുത്ത് കളയുക, നെക്സ്റ്റ് കൊടുത്താൽ മതി, അത് പൊക്കോളും. ഇപ്പം ഞാൻ സെലക്ട് ചെയ്ത സർവീസ് കളയാൻ പറ്റില്ല, അത് ബൈ ഡിഫാൾട്ടായിട്ട് വരുന്നതാണ്. അതുകൊണ്ടാണ് എറർ മെസ്സേജ് കാണിച്ചത്. മറ്റേതെങ്കിലും സർവീസസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യമില്ലാത്തതുണ്ടെങ്കിൽ നമുക്ക് ടിക്ക് എടുത്ത് കളഞ്ഞാൽ മതി. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്യാം, XPS വ്യൂവർ എടുത്ത് കളയുന്നില്ല, അതിൻ്റെ ലാസ്റ്റ് വരെ കാണിക്കാം. അപ്പോൾ എനിക്ക് വേണ്ടാത്തൊരു റോളോ സർവീസോ ആണെങ്കിൽ അതിലിട്ട് വെച്ച് ടിക്ക് എടുത്ത് കളയുക, നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാം നിങ്ങൾ എന്താണ് കളയാൻ പോകുന്നത് എന്നുള്ളത്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, പറ്റുമെങ്കിൽ റീസ്റ്റാർട്ട് ഡെസ്റ്റിനേഷൻ സെർവർ ഓട്ടോമാറ്റിക്കലി ഇഫ് റിക്വയർഡ്. അപ്പോൾ അത് മെസ്സേജിൽ വാർണിംഗ് മെസ്സേജിൽ പറയുന്നത് ഇഫ് എ റീസ്റ്റാർട്ട് റിക്വയർഡ് ദ സെർവർ റീസ്റ്റാർട്ട് ഓട്ടോമാറ്റിക്കലി.
അത് നമ്മളോട് ചോദിക്കില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് റീസ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുന്നതാണ്. ഞാൻ ഈ ഫീൽഡിൽ വന്നതിന് ശേഷം, ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു 10 വർഷത്തോളമായി ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. ഈ ഫീൽഡിൽ ഞാൻ വന്നതിന് ശേഷം മോസ്റ്റ്ലി കാണുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു എറർ മെസ്സേജിൽ ഒരു യെസ്സും നോയും ഉണ്ടെങ്കിൽ എയ്തർ ആളുകൾ യെസ് പ്രസ് ചെയ്യും അല്ലെങ്കിൽ ആളുകൾ നോ പ്രസ് ചെയ്യും വിത്തൗട്ട് റീഡിങ് ഇറ്റ്. ആരും അത് വായിച്ചു നോക്കാൻ സമയം മെനക്കെടുത്താറില്ല. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു വാർണിംഗ് മെസ്സേജ്, ഒരു എറർ മെസ്സേജ്, വാട്ട് എവർ, ഒരു ട്രബിൾ ഷൂട്ട്, അത് എന്ത് തന്നെയാണെങ്കിലും വായിച്ചു നോക്കണം. നിങ്ങൾ വായിച്ചു നോക്കാതെ ഒരിക്കലും യെസ്സോ നോ കൊടുക്കരുത്. നമ്മളെല്ലാവരും ചെയ്ത് പഠിച്ച ഒരു ശീലിച്ചിട്ടുള്ള ഒരു കാര്യമാണത്. കണ്ടു കഴിഞ്ഞാൽ അപ്പം യെസ് അല്ലെങ്കിൽ നോ അടിച്ചു കളയും. എന്താന്ന് പോലും പിന്നെ എനിക്ക് നമ്മൾ ഈവൻ ചിലപ്പോൾ നമുക്ക് വായിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷേ സ്റ്റിൽ പലരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരിക്കലും ചെയ്യരുത്. കാരണം ഒരു നല്ല സെർവർ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ, ക്ലൗഡ് എഞ്ചിനീയർ, നമ്മൾ ഏത് റോളിൽ വർക്ക് ചെയ്യുന്ന ആയിക്കോട്ടെ, നമ്മളെ ജോലി നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റണമെങ്കിൽ എറർ മെസ്സേജ് നമ്മൾ മസ്റ്റായിട്ടും വായിച്ചു നോക്കണം. ഒരു വാർണിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിൻഡോ വന്നു കഴിഞ്ഞാൽ അത് വായിച്ചു നോക്കിയിട്ട് യെസ് ഓർ നോ കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, സോ യെസ് കൊടുക്കുന്നു. റിമൂവ് അടിച്ചു കഴിഞ്ഞാൽ ആ റോള് അവിടുന്ന് കളയും. തൽക്കാലം അത് കളയേണ്ടാത്തതുകൊണ്ട് ഒഴിവാക്കുന്നില്ല. ഇത് കുറച്ച് സമയം എടുക്കും, മെല്ലെ അത് ഇൻസ്റ്റാൾ ആവുള്ളൂ. തൽക്കാലം സെർവർ അവിടെ ഇരിക്കട്ടെ. നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ക്ലാസ്സിലേക്ക് തന്നെ തിരിച്ചു വരാം. സോ നമ്മളത് കണ്ട ആദ്യത്തെ സർവീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സർവീസാണ് ആക്റ്റീവ് ഡയറക്ടറി ഡൊമൈൻ സർവീസ് എന്ന് പറയുന്നത്. ആക്റ്റീവ് ഡയറക്ടറി ഡൊമൈൻ സർവീസ് എന്ന് പറയുന്നത് സോൾ ഓഫ് ദി സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സർവീസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നതും സെൻട്രലൈസ്ഡ് ആക്സസ് അല്ലെങ്കിൽ മാനേജ്മെന്റ് കോൺഫിഗർ ചെയ്യുന്നതും ഈ ഒരു സർവീസ് ഉപയോഗിച്ചുകൊണ്ടാണ്. ആക്റ്റീവ് ഡയറക്ടറി ഡൊമൈൻ സർവീസസ്. അപ്പോൾ തന്നെ അതിൻ്റെ പേര് തന്നെ താഴെ പറയുന്നത് സെൻട്രലൈസ്ഡ് ഐഡന്റിറ്റി ആൻഡ് ആക്സസ് മാനേജ്മെന്റ് ആണ് ഇതിൻ്റെ മെയിൻ ഡ്യൂട്ടി. സെൻട്രലൈസ്ഡ് ഒതന്റിക്കേഷൻ. നിങ്ങൾക്ക് ഒരു ആക്റ്റീവ് ഡയറക്ടറി, അതിന് നമ്മൾ ഷോർട്ടായിട്ട് ഇനി ADDS എന്ന് വിളിക്കും. അപ്പം ഇനി എപ്പോഴും ADDS എന്ന് പറയുന്ന സമയത്ത് ആക്റ്റീവ് ഡയറക്ടറി ഡൊമൈൻ സർവീസ് ആണെന്ന് അതിൻ്റെ എക്സ്പാൻഷൻ എപ്പോഴും ഓർത്ത് വയ്ക്കുക. ഇനി അങ്ങോട്ട് ക്ലാസ് മുഴുവൻ നമ്മൾ ഓരോ ഷോർട്ട് ഫോം നമ്മളിപ്പോൾ സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ ഷോർട്ട് ഫോം മാത്രമേ പറയുള്ളൂ. മുഴുവൻ പറയാനുള്ള സമയവും എനർജിയും നമുക്ക് ചിലപ്പം കാണില്ല. സോ അത് ഓർത്ത് വയ്ക്കുക. ADDS എന്ന് പറയുമ്പോൾ ആക്റ്റീവ് ഡയറക്ടറി ഡൊമൈൻ സർവീസ് ആണ്. സോ ADDSന്റെ മെയിൻ ഒരു പരിപാടി എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് ഒതന്റിക്കേഷൻ ആണ്. അപ്പോൾ അതിൽ നമുക്ക് മൾട്ടിപ്പിൾ യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ 25, 15 എന്നൊക്കെ അങ്ങനെ മൾട്ടിപ്പിൾ നമ്പർ ഓഫ് യൂസേഴ്സ് പറഞ്ഞു. ആക്റ്റീവ് ഡയറക്ടറി അല്ലെങ്കിൽ ADDS ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ യൂസേഴ്സിനെയൊക്കെ സെൻട്രലൈസ്ഡ് ഒതന്റിക്കേഷൻ ചെയ്യാൻ പറ്റും. യൂസേഴ്സിനെ മാത്രമല്ല, നമുക്ക് മൾട്ടിപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഇതിന് അണ്ടറിൽ ജോയിൻ ചെയ്യാൻ പറ്റും. യൂസേഴ്സിന് ജോയിൻ ചെയ്യാം, സർവീസിന് ജോയിൻ ചെയ്യാം, നെറ്റ്വർക്കിന് ജോയിൻ ചെയ്യാം, സ്റ്റോറേജിന് ജോയിൻ ചെയ്യാം, മറ്റ് സിസ്റ്റത്തിന് ജോയിൻ ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ആക്റ്റീവ് ഡയറക്ടറി ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ലാപ്ടോപ്പ് ആയിക്കോട്ടെ, സിസ്റ്റം ആയിക്കോട്ടെ, സർവീസസ് ആയിക്കോട്ടെ, പ്രിന്റർ, എന്തും ആയിക്കോട്ടെ, പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. എല്ലാ കാര്യത്തിനും ചെയ്യാൻ പറ്റില്ല, പക്ഷെ പലതിനെയും നമുക്ക് ചെയ്യാൻ പറ്റും. ക്ലയന്റ് ഓപ്പറേറ്റർ ഇപ്പം 10, 11 അല്ലെങ്കിൽ 8, 8.17 ഇതേതും ആയിക്കോട്ടെ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് സെൻട്രലൈസ്ഡ് ഒതന്റിക്കേഷൻ എന്ന് പറയും. സിംഗിൾ സൈൻ ഓൺ. നമുക്കിത് ഒരുപാട് സർവീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആക്റ്റീവ് ADDSനകത്ത് നിങ്ങൾക്ക് ഒരു യൂസർ ഉണ്ടെങ്കിൽ, ADക്കകത്ത് നിങ്ങൾക്ക് ഒരു യൂസർ ഉണ്ടെങ്കിൽ, ആക്റ്റീവ് ഡയറക്ടറിക്കകത്ത് നിങ്ങൾക്ക് ഒരു യൂസർ ഉണ്ടെങ്കിൽ ആ യൂസറെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം, ഇതിൻ്റെ അണ്ടറുള്ള ഏത് സർവീസിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. സോ സിംഗിൾ സൈൻ ഓൺ, ഒരൊറ്റ യൂസർ മതി എല്ലാ സ്ഥലത്തും വർക്ക് ചെയ്യാൻ. അതിന്റെ ബെനിഫിറ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ യൂസർ നെയിമോ പാസ്വേഡോ കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ പെർസ്പെക്റ്റീവില്, കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂവില്, നിങ്ങൾ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളെ ആക്സസ് വേണ്ട, നിങ്ങൾക്ക് തരണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഒരു യൂസറെ ഡിസേബിൾ ചെയ്താൽ മതി, കളഞ്ഞാൽ മതി. സോ സെൻട്രലൈസ്ഡ് സിംഗിൾ സൈൻ ഓൺ ഓപ്ഷൻ. ഡൊമൈൻ മാനേജ്മെന്റ്, നിങ്ങൾക്ക് പറഞ്ഞ പോലെ തന്നെ യൂസേഴ്സ്, ഗ്രൂപ്പ്സ്, പോളിസീസ് ഒക്കെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം, ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡൊമൈൻ നമുക്ക് അവിടെ ബിൽഡ് ചെയ്യാൻ പറ്റും. ഒരു ഓർഗനൈസേഷൻ ഡൊമൈൻ നമുക്ക് അവിടെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഡൊമൈൻ മാനേജ്മെന്റും ഇതിന്റെ ഫീച്ചേഴ്സ് ആണ്. സോ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താണ്, ഇതിന്റെ സോൾ ഓഫ് ദി സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർവീസ് ആണ് ആക്റ്റീവ്. ഇത് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഡിസ്കസ് ചെയ്യും. നെക്സ്റ്റ് സർവീസ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സർവീസ് ആണ് ഡൊമൈൻ നെയിം സിസ്റ്റം. ഈ ചില സ്ലൈഡിനകത്ത് പിക്ചേഴ്സ് ഒന്നും കാണില്ല, കാരണം കുറച്ച് 2 ദിവസമായിട്ട് ഞാൻ ബിസി ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് സ്ലൈഡിൽ ഓവർ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചെറിയ ഡ്രോബാക്സ് ഉണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് മാനേജ് ചെയ്യാം. വർക്കിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഇത് ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട്. ചെറിയ ഒരു
മിസ്സിങ് വന്നിട്ടുണ്ട്. സ്റ്റിൽ നമുക്ക് ആ കണ്ടന്റും കാര്യങ്ങളും ഒക്കെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. കുറച്ച് വിഷ്വലി നമുക്ക് അത്ര രസം ഉണ്ടാവില്ല എന്ന് മാത്രം. ഓക്കെ, സോ DNS എന്ന് പറയുന്നത് ഡൊമൈൻ നെയിം സിസ്റ്റം. DNS നമ്മൾ ഷോർട്ടായിട്ട് പറയും. നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് കേട്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. DNS ഡൊമൈൻ നെയിമിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി തന്നെ നെയിമിംഗ് ആണ്. നെയിം റെസൊല്യൂഷൻ ആണ് ഇതിൻ്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി. നമ്മൾ IP അഡ്രസ്സ് ഒക്കെ കേട്ടിട്ടുണ്ട്. നമ്മളൊക്കെ ഇപ്പം നിങ്ങളൊന്ന് ആലോചിക്കുക, എന്നെ ഇപ്പോൾ ഒരു 192.168 10.1 എന്നാണ് എൻ്റെ പേരെങ്കിൽ വിളിക്കാൻ വലിയ സുഖം ഉണ്ടാവില്ല. മാത്രമല്ല അത് ഓർത്ത് വയ്ക്കാനും ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്കൊരു 100 ഫ്രണ്ട്സ് അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും പല ഏരിയയിലുമായിട്ട് നിങ്ങൾക്ക് ഒരു 10-500 ആളുകളെ അറിയാമെങ്കിൽ ഈ 500 ആൾക്കാരെയും ഒരു IP അഡ്രസ്സിന്റെ ഫോർമാറ്റിൽ ആലോചിച്ച് നോക്കുന്നത് ഒന്ന് ചിന്തിച്ച് നോക്കിയേ. കുറച്ച് ഡിഫിക്കൽട്ടാണ്. പകരം എൻ്റെ പേരാണ് ഹരി എന്ന് പേര് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെങ്കിൽ അത് എന്ത് ചെയ്യാം, ഓർത്ത് വയ്ക്കാം. നിങ്ങളുടെ ഓൾറെഡി അറിയുന്ന 500-600 ആളെ കൂടെ എൻ്റെ പേര് നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഹരി, ഓക്കെ 8 മണിക്ക് ക്ലാസ് എടുക്കുന്ന ആളല്ലേ എന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവുന്നത്. പക്ഷെ നേരെ മറിച്ച് ഒരു IP അഡ്രസ് ആണെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. ഇതേ പർപ്പസ് തന്നെയാണ് നമുക്ക് ഇവിടെയും വരുന്നത്. DNS ഉപയോഗിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റത്തിന് അകത്ത് നമ്മൾ സർവീസ് ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത് IP അഡ്രസ് ഉപയോഗിച്ചുകൊണ്ട് അതിനെ മാനേജ് ചെയ്യാനും ഓർമ്മിച്ച് വെക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല നമുക്കപ്പോൾ എപ്പോഴെങ്കിലും IP അഡ്രസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരും. നെയിം ആണെങ്കിലോ ഞാനൊരു IP എന്ത് ചെയ്യും, ഒരു നെയിമുമായിട്ട് മാപ്പ് ചെയ്ത് വെക്കും. എക്സാമ്പിളിന് facebook.com എന്ന് പറയുന്ന ഒരു ലിങ്ക്. facebook.com നിങ്ങൾക്ക് ഒരു IP അഡ്രസ് ആണ് തന്നതെങ്കിൽ അവരെ ഓരോ സെർവർ ചേഞ്ച് ചെയ്യുമ്പോഴും ഓരോ സെർവറിന് കംപ്ലൈന്റ് വരുമ്പോഴും നമ്മൾ ആ പേരും IP ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം. നമ്മളത് അറിയാറുണ്ടോ? ഒരിക്കലും ഇല്ല. നമ്മൾ എന്ത് ചെയ്യും, facebook.com എന്ന് വിളിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഇതിനിടയിൽ ഒരു DNS വർക്ക് ചെയ്യുന്നുണ്ടാവും. ഈ DNS എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ facebook.com എന്ന് നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ഫേസ്ബുക്കിന്റെ സെർവേഴ്സിന്റെ IP ഓൾറെഡി ഫേസ്ബുക്ക് എന്ന കമ്പനി ഒരു സെൻട്രലൈസ്ഡ് പബ്ലിക് DNSനകത്ത് അവർ അപ്ഡേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ DNS എന്ത് ചെയ്യും, facebook.com ആരെങ്കിലും വിളിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യും, ഇന്റേണലി അത് ഇന്ന പബ്ലിക് IP-യിലേക്ക് പോകേണ്ടതെന്ന് പറഞ്ഞാൽ കണക്ഷൻ എന്ത് ചെയ്യും, ആ IP-യിലേക്ക് തിരിച്ചു വിടും. അപ്പോൾ നെയിം ടു IP ടു നെയിം കൺവേർഷൻ റെസൊല്യൂഷൻ ആണ് DNSന്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ അത് മാത്രമല്ല ആക്റ്റീവ് ഡയറക്ടറിയിൽ സപ്പോർട്ടായിട്ട് നിൽക്കുക. കാരണം ആക്റ്റീവ് ഡയറക്ടറിക്ക് അത് നമ്മൾ ഡൊമൈൻ സർവീസ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ അവിടെ ഡൊമൈൻ നെയിം അവിടെ ഒരു നെയിം റെസൊല്യൂഷൻ നമുക്ക് അവിടെ ആവശ്യമാണ്. അപ്പോൾ അത് AD-ക്കകത്ത് മറ്റ് നെറ്റ്വർക്ക് ഡിപ്പെൻഡൻസി കാര്യങ്ങളൊന്നും എല്ലാത്തിലും നമുക്ക് സപ്പോർട്ടായിട്ട് അവിടെ വർക്ക് ചെയ്യുക. നെറ്റ്വർക്ക് നാവിഗേഷൻ കുറച്ചുകൂടെ നെറ്റ്വർക്കിൻ്റെ എന്ത് ചെയ്യുക, ആക്സസും അവൈലബിലിറ്റിയും യൂസേഴ്സിന് കുറച്ചുകൂടെ ഒരു ഈസി ആയ രീതിയിൽ മാനേജ് ചെയ്യുക. കാരണം IP ഓർത്ത് വയ്ക്കുന്നത് ബുദ്ധിമുട്ടാണ്. മാത്രമല്ല അവിടെ കുറച്ചുകൂടെ കോംപ്ലക്സിറ്റി കൂടും. നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട സിറ്റുവേഷൻ ഒക്കെ വരുന്ന സമയത്ത് കോംപ്ലക്സിറ്റി കൂടും. അപ്പം എപ്പോഴും ഓർത്ത് വയ്ക്കുക, DNS എന്ന് പറയുന്ന സമയത്ത് ഡൊമൈൻ നെയിമിംഗ് സിസ്റ്റം ഓർമ്മയിൽ വരണം. നെയിം റെസൊല്യൂഷൻ എന്നുള്ള വേർഡ് നിങ്ങളുടെ മൈൻഡിൽ വരണം. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ഒരു ഓപ്ഷൻ ഒരു സർവീസാണ് ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ. ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ ആരും അധികം കേട്ടിട്ടുണ്ടാവില്ല. പക്ഷേ DHCP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഫോണിലാണെങ്കിൽ പോലും നമ്മളത് കാണാൻ ചാൻസ് ഉള്ള സാധനം DHCP. IP നമുക്ക് DHCP വഴിയാണ് കിട്ടുന്നതെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. IP നമുക്ക് DHCP വഴിയാണ് കിട്ടുന്നത്. അപ്പം അതിൻ്റെ വർക്കും അത്ര തന്നെയാണ്. ഓട്ടോമാറ്റിക്കായിട്ട് IP അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യുക സിസ്റ്റത്തിന്. അത് സിസ്റ്റം എന്ന് പറയുന്ന സമയത്ത് എപ്പോഴും നമ്മൾ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് മാത്രം നിങ്ങളുടെ മൈൻഡിൽ വരരുത്. എല്ലാ IP കോൺഫിഗർ ചെയ്യാൻ പറ്റുന്ന ഡിവൈസസും, ഫോൺ ആവാം, നെറ്റ്വർക്കിംഗ് ഡിവൈസസ് ആവാം, വേണമെങ്കിൽ എന്തെങ്കിലും റിസർച്ചോ കാര്യങ്ങളോ ഉള്ള ഡിവൈസസ് ആവാം, അങ്ങനെ പലതും ആവാം. സോ IP അസൈനിങ് ആണ് DHCPയുടെ. IP ഓട്ടോമാറ്റിക്കായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് DHCPയുടെ സർവീസിൻ്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അതിൻ്റെ ഒരു വർക്കിംഗ് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റം IP റിക്വസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ DHCP അതിൻ്റെ കയ്യിൽ സ്വന്തം IP ഉള്ള ഒരു റേഞ്ച് ഓഫ് IP നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. അതിനകത്ത് ഇനി ഫ്രീ ആയിട്ട് കിടക്കുന്ന IP ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഉണ്ടെങ്കിൽ അത് ഉണ്ട് എന്ന് റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ക്ലയൻറ്റ് എനിക്ക് വേണമെന്ന് റിക്വസ്റ്റ് ചെയ്യും. ഓക്കെ പിടിച്ചോളൂ എന്ന് വേണ്ടത് തിരിച്ച് റെസ്പോണ്ട് ചെയ്യും. ഇതാണ് ഒരു ജനറൽ DHCPയുടെ വർക്കിംഗ് പ്രൊസീജിയർ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് IP കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് ഒരുപാട് ഹെഡേക്ക് കുറവാകും. കാരണം നമ്മൾ പോയിട്ട് ഓരോ മെഷീനിലും IP സെറ്റ് ചെയ്യേണ്ട. കാരണം ഒരു നെറ്റ്വർക്കിനകത്ത് ഒരു മെഷീന് IP അഡ്രസ്സ് ഉണ്ടെങ്കിൽ മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റൂ. ഇല്ലെങ്കിൽ ആ മെഷീൻ ഒരിക്കലും കമ്മ്യൂണിക്കേറ്റ്, ഒരു IP അഡ്രസ്സ് കൊടുക്കാതെ ഒരു DHCP ഇല്ലാതെ നമ്മളൊരു നെറ്റ്വർക്ക് കീപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ തമ്മിലുള്ള മെഷീൻ കമ്മ്യൂണിക്കേഷൻ നടക്കില്ല.
എങ്കിലും അവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. അപ്പിപ്പ എന്ന് പറഞ്ഞൊരു റേഞ്ച് ഉണ്ട്. ഓട്ടോമാറ്റിക് പ്രൈവറ്റ് IP അഡ്രസ്സിംഗ് എന്നാണ് അതിൻ്റെ പേര്. ഒരു 169 254 എന്നാണ് അതിൻ്റെ സ്റ്റാർട്ടിംഗ് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പിപ്പ റേഞ്ച് നമ്മൾ IP സമയത്ത് ഡിസ്കസ് ചെയ്തിരുന്നു. ഈ റേഞ്ച് എന്ത് ചെയ്യും, ഓരോ നെറ്റ്വർക്ക് ഇൻ്റർഫേസിലും കോൺഫിഗേർഡ് ആണ്. അപ്പോൾ അവിടുന്ന് ഒരു IP അഡ്രസ്സ് അതിന് എടുക്കും. ഇങ്ങനെ ഒരു പ്രോബ്ലം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ എങ്കിലും അവിടെ കമ്മ്യൂണിക്കേഷൻ ഫുൾ ഫ്ലഡ്ജഡ് ആയിരിക്കില്ല, ഒരു ലിമിറ്റേഷൻ ഉണ്ട് എത്രയായാലും. പിന്നെ മാത്രമല്ല DHCP വഴിയാവുന്ന സമയത്ത് ഇപ്പോൾ 1000 സിസ്റ്റം ഉള്ള ഒരു നെറ്റ്വർക്കാണ് നിങ്ങൾ മാനേജ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഓരോ മിഷൻ്റെ അടുത്ത് നിങ്ങൾ എഴുതി വെക്കേണ്ടി വരും ഇന്ന IP യൂസ് ചെയ്യണമെന്ന്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ എടുക്കുന്ന IP വേറൊരാൾ എടുക്കും. അപ്പോൾ IP എന്ത് ചെയ്യാൻ പാടില്ല, മൾട്ടിപ്പിൾ IP ഒരേ IP മൾട്ടിപ്പിൾ ഡിവൈസസിൽ വരാൻ പാടില്ല. അത് കോൺഫ്ലിക്റ്റ് വരും, രണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ. അപ്പോൾ ഈ പ്രോബ്ലംസ് ഒന്നും ഒരിക്കലും എന്തില്ല DHCP വഴിയാണെങ്കിൽ ഉണ്ടാവില്ല. 2 മിഷൻ റിക്വസ്റ്റ് ചെയ്യുന്നു, 2 IP കിട്ടുന്നു. അങ്ങനെ 1000 സിസ്റ്റം ഉള്ള ഒരു കമ്പനിയിൽ 999 മിഷനും എടുത്തു, എൻ്റെ ഫോണ് കണക്ട് ചെയ്തു. അപ്പോൾ എന്തായി, അവിടെ 1000 എണ്ണമായി. അപ്പോൾ എഗെയിൻ എന്തുണ്ടാവും, ഒരു മിഷൻ പുറത്ത് കിടക്കും. ആ മിഷന് IP ഉണ്ടാവില്ല, കിട്ടില്ല. കാരണം DHCP ചെക്ക് ചെയ്യുമ്പോൾ എന്താവും, അതിൻ്റെ കയ്യിലുള്ള 1000 IP അത് അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ IP ആ മിഷനിൽ വരില്ല. ഇതാണ് DHCPയുടെ വർക്കിംഗ്. അടുത്തത് ഗ്രൂപ്പ് പോളിസി എന്ന് പറയും. നമ്മൾ പറഞ്ഞു കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഈ സെർവറിൻ്റെ അണ്ടറിലുള്ള മറ്റ് സർവീസസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. കൺട്രോളിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഗ്രൂപ്പ് പോളിസി. പോളിസി എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും അറിയാം, എന്തെങ്കിലും ഒരു കണ്ടീഷൻ ആയിരിക്കും. നിങ്ങൾ അത് ചെയ്യ്, ഇത് ചെയ്യ്, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കമ്പനികൾക്ക് ഉള്ളിൽ പോളിസീസ് ഉണ്ടാവും. അതുപോലെ സിസ്റ്റത്തിന് അണ്ടറിലുള്ള പോളിസികളാണ് ഗ്രൂപ്പ് പോളിസി ഉപയോഗിച്ചുകൊണ്ട് മാനേജ് ചെയ്യുന്നത്. എപ്പോഴും ചിന്തിക്കുക, ഗ്രൂപ്പ് പോളിസി എന്ന് പറയുന്നത് രണ്ട് വേർഷൻ ഉണ്ട്. ലോക്കൽ പോളിസി ഉണ്ട്, ആക്റ്റീവ് ഡയറക്ടറിക്ക് നിന്ന് പുഷ് ചെയ്യുന്ന സെൻട്രലൈസ്ഡ് പോളിസി ഉണ്ട്. നിങ്ങളെ മിഷനകത്ത് കയറിയിട്ട് gpedit.msc എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ലോക്കൽ പോളിസിയാണ്. സെൻട്രലൈസ്ഡ് പോളിസി ഒരു സെർവറിനകത്തുനിന്ന് പുഷ് ചെയ്യുകയാണ് ചെയ്യുക, നിങ്ങൾ ആ സെർവറിൻ്റെ അണ്ടറിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത്. അങ്ങനെ വരുന്ന സമയത്ത് സെൻട്രലൈസ്ഡ് പോളിസിക്കാണ് എപ്പോഴും പ്രയോറിറ്റി അധികം കിട്ടുക. ലോക്കൽ പോളിസി നിങ്ങൾ ഒരു കാര്യം വേണം എന്ന് എഴുതി വെച്ചു, സെൻട്രലൈസ്ഡ് പോളിസിക്ക് അത് വേണ്ട എന്നാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ആക്സസ് കിട്ടില്ല. അപ്പോൾ എപ്പോഴും ആലോചിക്കുക, സെൻട്രലൈസ്ഡ് രണ്ട് വേർഷനുണ്ട്. ഗ്രൂപ്പ് പോളിസിയുടെ ആവശ്യം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് കോൺഫിഗർ ചെയ്ത് വെക്കാനാണ്. ലോക്കൽ പോളിസി ഓരോ മിഷനിലും പോയിട്ട് നമ്മൾ മാനുവലി ചെയ്യണം. സെൻട്രലൈസ്ഡ് പോളിസി ഒരിക്കൽ കോൺഫിഗർ ചെയ്താൽ അതിന് അണ്ടറിൽ വരുന്ന എല്ലാ മിഷനിലും അത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലൈ ആവും. ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ, സെക്യൂരിറ്റി കൂട്ടുക, സിംപ്ലിഫൈഡ് മാനേജ്മെന്റ്. ഞാൻ എല്ലാ സ്ഥലത്തും പോയി ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, എനിക്ക് എന്ത് ചെയ്യാം, ഒറ്റ സ്ഥലത്ത് നിന്ന് ചെയ്താൽ മതി. സെക്യൂരിറ്റി അധികമൊക്കെ എന്ന് പറയുന്നത് എങ്ങനെയിരിക്കും, പാസ്വേഡ് 8 ക്യാരക്ടർ ലെങ്ത് വേണം, ക്യാപിറ്റൽ സ്മോൾ വേണം, അങ്ങനെ പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം, പാസ്വേഡ് കോംപ്ലക്സിറ്റി കൊണ്ടുവരാം. ഇതൊക്കെ ഒരു എക്സാമ്പിൾ മാത്രമാണ് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ചെക്ക് ചെയ്യും. പിന്നെ സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ആണ്. നിങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് കയറാൻ പാടില്ല, ഇവിടെ ഇന്ന ആൾക്ക് കയറരുത്, ഇന്ന സർവീസ് ഇവർക്ക് കിട്ടാൻ പാടില്ല എന്നൊക്കെ, നമുക്ക് ഇന്ന ആളുകൾക്ക് മാത്രമേ ഈ സർവീസ് ഒക്കെ കിട്ടാൻ പാടുള്ളൂ. അങ്ങനെ പല രീതിയിൽ നമുക്ക് പോളിസിയെ ഉപയോഗിക്കാം. അപ്പം അഡ്മിനിസ്ട്രേഷൻ ഒക്കെ പോസിബിൾ ആണ്. ഫയൽ ആൻഡ് സ്റ്റോറേജ് സർവീസ് നമ്മൾ നേരത്തെ കണ്ടു. ഇതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർവറിനകത്ത് നമ്മൾ പറഞ്ഞു എന്താണ്, സ്റ്റോറേജ് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പം നമ്മളെ കയ്യിലൊരു ബൾക്ക് സ്റ്റോറേജ് ഉണ്ടെങ്കിൽ ആ നെറ്റ്വർക്കിൻ്റെ അണ്ടറിലുള്ള പല ആളുകൾക്ക് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ സ്റ്റോറേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അതിൻ്റെ മുഴുവൻ കൺട്രോൾ നമുക്ക് വേണം. ഓരോ യൂസറും എത്ര GB യൂസ് ചെയ്യണം, ഓരോ യൂസറും എന്തൊക്കെ ഫയൽ ഇതിൽ സ്റ്റോർ ചെയ്യണം, ഇതിൽ ആർക്കൊക്കെ ആക്സസ് കിട്ടണം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യം. ഇല്ലെങ്കിൽ ഇതിനകത്ത് നമുക്കൊരു വിർച്വലി ഒരു സ്റ്റോറേജ് ക്രിയേറ്റ് ചെയ്ത് ഇത് ആർക്ക് ഷെയർ ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫയൽ ആൻഡ് സ്റ്റോറേജ് സർവീസ് ഉപയോഗിച്ചുകൊണ്ട് കോൺഫിഗർ ചെയ്യാൻ പറ്റും. അപ്പോൾ സെൻട്രലൈസ്ഡ് ഡാറ്റ മാനേജ്മെന്റ് ആൻഡ് ഷെയറിംഗ് ആണ് ഫയൽ ആൻഡ് സ്റ്റോറേജ് സർവീസസിന്റെ പർപ്പസ്. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, വെബ് സെർവർ. ഇപ്പോൾ നമുക്കൊരു സൈറ്റ് ഉണ്ട്, നമ്മൾ പറഞ്ഞു ഫേസ്ബുക്ക്, ഗൂഗിള് പോലുള്ള പല സൈറ്റുകളുണ്ട്. അവർ വിൻഡോസിൽ ഹോസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് വേറെ ക്വസ്റ്റ്യൻ. പക്ഷെ അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെബ്സൈറ്റുകൾ ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സർവീസാണ് വെബ് സെർവർ എന്ന്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കാണാം, അതിൻ്റെ സർവീസാണ് ഇന്റർനെറ്റ് ഇൻഫർമേഷൻ സർവീസ്, IIS എന്ന് പറയുന്നത്. ഈ IIS ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്,
സൈറ്റ് ഹോസ്റ്റ് ചെയ്യുക, ഇതും നമ്മൾ പഠിക്കും. വെബ്സൈറ്റ് ഹോസ്റ്റിംഗ് ആൻഡ് ആപ്ലിക്കേഷൻ ഡെലിവറി, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, IaaS ഉപയോഗിച്ചുകൊണ്ട് സൈറ്റ് മാത്രമല്ല ആപ്ലിക്കേഷൻസും ഹോസ്റ്റ് ചെയ്യാനും ഡെലിവർ ചെയ്യാനും പറ്റും. വെബ്സൈറ്റ് ഹോസ്റ്റിംഗ് മൾട്ടിപ്പിൾ പ്രോട്ടോകോൾ സപ്പോർട്ടഡ് ആണ്, HTTP, HTTPS, FTP, പിന്നെ അങ്ങനെയുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്രോട്ടോകോൾസ് ഇതിൽ സപ്പോർട്ടഡ് ആണ്. പിന്നെ സെക്യൂരിറ്റി മാനേജ്മെൻറ്റും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യാം, ഒതൻറ്റിക്കേഷൻ, ഓതറൈസേഷൻ, സെൻട്രലൈസ്ഡ് ആക്സസിങ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, IaaS ത്രൂ ചാനൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ഓരോ സർവീസിന് കൂടെ നമ്മൾ ഇത് ഓരോന്നായിട്ട് പഠിക്കും. ജസ്റ്റ് ഓർത്ത് വയ്ക്കുക, സൈറ്റ് ഹോസ്റ്റിംഗ് ആണ് IaaS, ഇൻ്റർനെറ്റ് ഇൻഫർമേഷൻ സർവീസ്. നമ്മൾ നേരത്തെ സർവീസ് കോൺഫിഗർ ചെയ്യുന്ന സമയത്ത് ഒരു ഓപ്ഷൻ കണ്ടിരുന്നു, റിമോട്ട് ഡെസ്ക്ടോപ്പ് സർവീസ്. ഞാൻ അപ്പോൾ പറഞ്ഞു എന്താണ്, MSTSC ഉപയോഗിക്കുന്ന എടുക്കുന്ന ചെറിയ ഒരു സർവീസ് ഓപ്ഷൻ അല്ല RDS എന്ന് പറഞ്ഞു. RDS എന്ന് പറയുന്നത് റിമോട്ട് ആക്സസ് അല്ലെങ്കിൽ അപ്ലിക്കേഷൻ വിർച്വലൈസേഷൻ ആണ്. അതിന് ഞാൻ വിർച്വലൈസേഷൻ എന്താണെന്ന് ആദ്യം പറയണം. അപ്പോൾ ജസ്റ്റ് ഒന്നൊരു വേഗമായിട്ട് പറയാം. വിർച്വലൈസേഷൻ കുറച്ച് വലിയ ടോപ്പിക്കാണ്, ഈ ഒരു 2-3 മിനിറ്റ് കൊണ്ടൊന്നും ഇത് തീരില്ല. പക്ഷെ സ്റ്റിൽ ഞാനതൊന്ന് ഓടിച്ച് പറയാം. ഇപ്പം നമ്മളെ കയ്യിലുള്ള ഒരു നോർമൽ സിസ്റ്റം അല്ലെങ്കിൽ ഒരു സെർവർ, അതായത് നിങ്ങളുടെ കയ്യിലുള്ള ലാപ്ടോപ്പ്, ഇതൊക്കെ ഹാർഡ്വെയർ ആണ്, നിങ്ങൾക്ക് തൊടാൻ പറ്റുന്നുണ്ട്. അത് നോർമൽ സിസ്റ്റം എന്ന് നമുക്ക് പറയാം. ഇതേ കാര്യത്തിൽ ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ഈ സെർവർ, ഇവിടെ ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു സെർവർ എടുത്തായിരുന്നു. അതിവിടെ എവിടെയോ കിടപ്പുണ്ട്. 1 സെക്കൻഡ്. യെസ്, ഇത് ആക്ച്വലി ഒരു ഹാർഡ്വെയർ സിസ്റ്റം അല്ല. ഇത് ഞാൻ ക്ലൗഡിനകത്ത് എടുത്തിട്ടുള്ള ഒരു സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ക്ലൗഡ്, അതായത് നമ്മൾ മൈക്രോസോഫ്റ്റിൻ്റെ ഡാറ്റാ സെൻറ്റർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതുപോലെ ഒരു ഡാറ്റാ സെൻറ്ററിനകത്ത് ഞാൻ കോൺഫിഗർ ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റം മാത്രമാണ്. ഇതിന് എനിക്ക് ഫിസിക്കലി തൊടാനോ കാണാനോ പറ്റില്ല, പക്ഷേ എനിക്ക് ഇതിൻ്റെ സർവീസ് ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഈ കൺസെപ്റ്റിനെയാണ് വിർച്വലൈസേഷൻ എന്ന് പറയുന്നത്. അതിനൊരു ഫിസിക്കൽ എൻറ്റിറ്റി ഉണ്ടാകില്ല, പക്ഷേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാനും ഉപയോഗിക്കാനും അതിനുള്ള സർവീസസ് കോൺഫിഗർ ചെയ്യാനും ഒക്കെ പറ്റും. അത് ആക്ച്വലി ഒരു സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു ഹാർഡ്വെയർ സെർവർ വേണം അത് കോൺഫിഗർ ചെയ്യണമെങ്കിൽ. പക്ഷേ എൻ്റെ അടുത്ത് ഹാർഡ്വെയർ സെർവർ ഇല്ല. ഞാൻ എന്ത് ചെയ്തു, വിർച്വലൈസേഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആളെടുത്ത് നിന്ന് എനിക്കൊരു സെർവർ വേണമെന്ന് പറഞ്ഞു. അവരെനിക്കൊരു സെർവർ തന്നു, ഞാനത് ഉപയോഗിക്കുന്നു. അവരവിടെ എങ്ങനെ അതിന് മാനേജ് ചെയ്യുന്നു എന്ന് ഞാൻ അറിയേണ്ട ആവശ്യമില്ല. അവരെന്ത് ചെയ്യുന്നുണ്ടാവും, ഉള്ള ഹാർഡ്വെയറിനെ ഷെയർ ചെയ്തിട്ട് ഒരുപാട് സെർവേഴ്സ് സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിനകത്ത് ക്രിയേറ്റ് ചെയ്യും. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതിനെ വിർച്വൽ മെഷീൻ എന്ന് പറയും. ഹാർഡ്വെയർ മെഷീൻ, വിർച്വൽ മെഷീൻ. എനിക്ക് ഫിസിക്കലി അതിനെ കാണാനോ തൊടാനോ ഒന്നും പറ്റില്ല, അത് വിർച്വൽ മെഷീനാണ്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാനും കോൺഫിഗർ ചെയ്യാനും പറ്റും. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ്, ഇപ്പോൾ ഒരു മെഷീനകത്തേക്കുള്ള ആക്സസ് എനിക്ക് വിർച്വലൈസേഷൻ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനിവിടെ ലോഗിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്തുണ്ട്, ഒരു യൂസർ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഞാൻ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് കാണാം, ഇപ്പോൾ FT അഡ്മിൻ എന്ന് പറഞ്ഞൊരു യൂസർ ഇവിടെ ലോഗിൻ ആയിട്ട് എനിക്ക് കാണാം. ഇതേ കാര്യം നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെൻട്രലൈസ്ഡ് ഹോസ്റ്റിംഗ് വെച്ചുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം, സെൻട്രലൈസ്ഡ് ഹോസ്റ്റിംഗ് വെച്ചുകൊണ്ട് എനിക്ക് വിർച്വലൈസേഷൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരേ മെഷീനകത്ത് ഞാൻ ഉപയോഗിക്കുന്ന പോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടിപ്പിൾ യൂസേഴ്സിന് അതെന്ത് ചെയ്യാം, ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ആക്സസ് വിർച്വലൈസേഷൻ. അതേപോലെ തന്നെ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ മാത്രം, ഇപ്പം ഞാൻ എന്ത് ചെയ്യാണ്, MSTSC ഉപയോഗിച്ചിട്ട് ഒരു മെഷീനകത്തേക്ക് ലോഗിൻ ചെയ്യുമ്പോൾ എനിക്ക് വേണ്ട ഒരു ആപ്ലിക്കേഷൻ മാത്രം അവിടെ ഓപ്പൺ ആയി വരുന്നു. ഇപ്പോൾ ഒരു എക്സൽ ഫയൽ ഉപയോഗിച്ചിട്ടാണ് നിങ്ങളുടെ കമ്പനി വർക്ക് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. നിങ്ങളോട് പറയാണ്, ഈ മെഷീനിലേക്ക് ലോഗിൻ ചെയ്തോ, നിങ്ങൾക്ക് വേണ്ട എക്സൽ അവിടെ ഓപ്പൺ ആയി വരും, വർക്ക് ചെയ്യാൻ വേണ്ട എക്സൽ അവിടെ ഓപ്പൺ ആയി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാണ്, MSTSC ഉപയോഗിച്ചിട്ട് തന്ന IP അഡ്രസ്സും യൂസർ നെയിം പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാണ്, നിങ്ങൾക്ക് വേണ്ട ആപ്ലിക്കേഷൻ മാത്രം എന്ത് ചെയ്യുക, തുറന്നു വരുന്നു, എക്സൽ തുറന്നു വരുന്നു, വർക്ക് ചെയ്യുന്നു. നിങ്ങൾ എക്സൽ ക്ലോസ് ചെയ്യുമ്പോൾ അത് പോകുന്നു. നിങ്ങളെ മെഷീനകത്ത് ആ എക്സൽ ഉണ്ടാകില്ല. എക്സൽ സേവ് ചെയ്താലും അത് മെഷീനകത്ത് വരില്ല. നിങ്ങൾ അവിടുന്ന് എക്സലിൽ നിന്ന് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ മെഷീനകത്തുള്ള ഫയൽ നിങ്ങൾക്ക് അവിടുന്ന് ആ എക്സൽ ഉപയോഗിച്ചുകൊണ്ട് തുറക്കാനും പറ്റില്ല. കാരണം ആ എക്സൽ ആക്ച്വലി വർക്ക് ചെയ്യുന്നത് എവിടെയാണോ ഈ RDS സർവീസ് കോൺഫിഗർ ചെയ്തത് അവിടെ ആയിരിക്കും.
ആ മെഷീനകത്തുള്ള ഫയൽസ് മാത്രമേ നിങ്ങൾക്ക് അത് തുറക്കാൻ പറ്റൂ. RDS എവിടെയാണുള്ളത് ആ മെഷീനകത്ത് നിന്നുകൊണ്ടായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. നിങ്ങളെ റാം അത് വലിയ രീതിയിൽ ഉപയോഗിക്കില്ല. വലിയ രീതിയിൽ റാമോ CPU അതിന് വലിയ പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് മുഴുവൻ നടക്കുന്നത് റിമോട്ട് ഇരിക്കുന്ന ആ മെഷീനകത്തായിരിക്കും. അപ്പോൾ അപ്ലിക്കേഷൻ നമുക്ക് വിർച്വലൈസ് ചെയ്യാൻ പറ്റും. ഡെസ്ക്ടോപ്പ് നമുക്ക് വിർച്വലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു സർവീസാണ് RDS. നമ്മൾ കൂടുതൽ ഇതിനെപ്പറ്റി പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഇപ്പം ഞാൻ ഇനി എത്ര കഥ പറഞ്ഞാലും കുറേ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ഇനി നോക്കും. പിന്നെ വിൻഡോസ് അപ്ഡേറ്റ് സർവീസ്, ഇത് പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു സർവീസാണ്. ഇപ്പം മോസ്റ്റ്ലി അങ്ങനെ ആരും ഉപയോഗിക്കാറില്ല. ഇതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 അല്ലെങ്കിൽ 1000 മെഷീൻ നമ്മളെ കമ്പനിക്കകത്തുണ്ടെങ്കിൽ ഓരോ വീക്കിലും അല്ലെങ്കിൽ ഓരോ മന്തിലും മൈക്രോസോഫ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അപ്ഡേറ്റ്സ് പുഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു അപ്ഡേറ്റ് 10 GB ഉണ്ടെങ്കിൽ 1000 മെഷീൻ അത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 10000 GB ഡാറ്റ നിങ്ങൾ കളയണം ഓരോ മെഷീനിലും അത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ. അപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ എൻ്റർപ്രൈസ് ലെവൽ ഓർഗനൈസേഷൻസ് വിൻഡോസ് അപ്ഡേറ്റ് സർവീസ് എന്ത് ചെയ്യും, ഒരു സെർവറിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യും. എന്നിട്ട് ഈ 10 GB ഡൗൺലോഡ് എന്ത് ചെയ്യും, ഈ സർവീസ് ഒരു 1 ടൈം ആയിട്ട് ആ നെറ്റ്വർക്കിൽ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കും. പിന്നെ ആ നെറ്റ്വർക്കിൻ്റെ അണ്ടറിലുള്ള ബാക്കി എല്ലാ മെഷീൻസും ഈ ഒരു സെർവറിൽ നിന്ന് ആ ഡാറ്റ കളക്ട് ചെയ്തോളും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ മെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഡാറ്റ യൂട്ടിലൈസേഷൻ വരില്ല. സോ സെൻട്രലൈസ്ഡ് വിൻഡോസിൻ്റെ അപ്ഡേറ്റ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല, നമുക്ക് ഏതൊക്കെ അപ്ഡേറ്റ്സ് ഓരോ മെഷീനിലും കിട്ടണം, ഏത് കിട്ടാൻ പാടില്ല, നിർബന്ധമായിട്ട് ഏതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണം, അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് ഇതുകൊണ്ട് അപ്ഡേറ്റ് ലെവലിലുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പം നെറ്റ്വർക്കിനകത്ത് സെൻട്രലൈസ്ഡ് അപ്ഡേറ്റ് മാനേജ്മെൻ്റ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നുള്ളൊരു കാര്യമാണ് ഹൈപ്പർ-V വിർച്വലൈസേഷൻ. നമ്മൾ നേരത്തെ സംസാരിച്ചു. ഈ വിർച്വലൈസേഷൻ നമുക്ക് ചെയ്യാൻ, ഇപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഒരു 25 സെർവർ ഞാൻ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ സെർവർ എനിക്ക് റൺ ചെയ്യാൻ പറ്റിയത് ഈ ഒരു വിർച്വലൈസേഷൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. അപ്പം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ ഹാർഡ്വെയർ തന്നെ ഷെയർ ചെയ്തുകൊണ്ട് എനിക്ക് മൾട്ടിപ്പിൾ മെഷീൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, മൾട്ടിപ്പിൾ സർവീസസ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വിർച്വലൈസേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സർവീസാണ് ഹൈപ്പർ-V. ഇതൊക്കെ അഡ്വാൻസ് ലെവൽ സർവീസസ് ആണ്, നമ്മൾ ഓരോന്നും ചെക്ക് ചെയ്യും. വിൻഡോസ് ഡിപ്ലോയ്മെൻറ്റ് സർവീസ് WDS, അത് ഓട്ടോമേറ്റഡ് OS ഡിപ്ലോയ്മെൻറ്റ് ആൻഡ് പ്രൊവിഷനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളോട് ഒരു ദിവസം പറയാണ്, കമ്പനി വന്നിട്ട് പറയാണ്, എടാ ഒരു 1000 മെഷീൻ കോൺഫിഗർ ചെയ്യണം, അല്ലെങ്കിൽ 500 മെഷീൻ നിങ്ങൾ ഫോർമാറ്റ് ചെയ്ത് പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യണം. അത്ര ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല. ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ½ an hour to 1 hour ഉള്ളിൽ സമയം വേണം ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാത്രം ചെയ്യണമെങ്കിൽ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു 500 മെഷീൻ നിങ്ങൾ ഇതുപോലെ ചെയ്യണമെങ്കിലോ ഒരുപാട് സമയം എടുക്കും. അത്രയും എഫേർട്ട്, നിങ്ങൾ അത്രയും ബുദ്ധിമുട്ടി പോകും ചെയ്യാൻ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെർവറിനകത്ത് വിൻഡോസ് ഡിപ്ലോയ്മെൻറ്റ് സർവീസ് ഇൻസ്റ്റാൾ ചെയ്ത് കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നെറ്റ്വർക്കിൽ നിന്നും ഓരോ മെഷീനകത്തും കയറിയിട്ട് നെറ്റ്വർക്കിൽ നിന്നും OS ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ള സെലക്ഷൻ മാത്രം നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി. ബാക്കി എന്ത് ചെയ്തോളും, ഓട്ടോമാറ്റിക്കായിട്ട് ഈ സർവീസ് ചെക്ക് ചെയ്തിട്ട് ഇൻസ്റ്റലേഷൻ ചെയ്തോളും. അത് നിങ്ങൾ ഒരു തവണ കോൺഫിഗർ ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ നമുക്ക് അവിടെ ഇതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് നമുക്കത് ചെയ്യാൻ പറ്റും. എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം, ഏത് ഇൻസ്റ്റാൾ ചെയ്യണം, എന്ത് വേർഷൻ വേണം, എപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും സെൻട്രലൈസ്ഡ് ആയിട്ട് നടന്നോളും. അപ്പോൾ മാത്രമല്ല മാനുവൽ എറേഴ്സ് കുറവായിരിക്കും. അപ്ഡേറ്റിൻ്റെ കാര്യത്തിലും ഇതിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഇൻസ്റ്റലേഷൻ്റെ കാര്യത്തിലും മാനുവൽ എറേഴ്സ് മാക്സിമം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ കുറേ കോമൺ സർവീസസ് ആണ് നെറ്റ്വർക്ക് പോളിസി സർവീസസ്, ഫെയിൽ ഓവർ ക്ലസ്റ്ററിങ്. ഇത് നോർമൽ കോമൺ സർവീസ് അല്ല, കുറച്ച് വലിയ സർവീസ് തന്നെയാണ്. പക്ഷെ സ്റ്റിൽ നമ്മൾ അധികം ഉപയോഗിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു അഡീഷണൽ കപ്പാസിറ്റിയിലേക്ക് മാറ്റിയിട്ടത്. എങ്കിലും ഇതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും. ബാക്കപ്പ് ആൻഡ് റീസ്റ്റോർ അതിനകത്തുള്ളൊരു സർവീസാണ്. നമുക്ക് എൻ്റയർ സെർവറിനെയൊക്കെ ബാക്കപ്പ് ചെയ്യാനും റീസ്റ്റോർ ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ ഇത്രയാണ് ഏകദേശം നമുക്കൊരു സെർവറിൻ്റെ കുറേ സർവീസസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ സർവീസസും നമ്മൾ ഓരോ ദിവസത്തെ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒന്നിലധികം ക്ലാസ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ എല്ലാവർക്കും ഇതൊക്കെ ഏകദേശം പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം.